ഇസ്ലാം നിലനിൽക്കുന്നത് രണ്ട് മേഖലകളിലാണ്. ഒന്ന് ഇസ്ലാമിക രാജ്യങ്ങൾ എന്ന് പറയുന്ന ഒരു മേഖല, അത് പ്രധാനമായിട്ട് മീന റീജിയനാണ്. അതായത് മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്ക റീജിയൻ എന്ന് നമുക്ക് പറയാം. സൗദി അറേബ്യ, അതുപോലെ UAE, പിന്നെ നമ്മളുടെ സിറിയ, ഇറാൻ, ആ ഒരു ഭാഗം, ഈജിപ്ത് എല്ലാം ഉൾപ്പെടുന്നത്. ഇത് കൂടാതെ ഇസ്ലാമികമായിട്ട് അല്ലാതെയുള്ള ചില റീജിയൻസ് ഉണ്ട്. അതിൽ പെടുന്നതാണ് നമ്മളൊക്കെ, ഇന്ത്യയും അതുപോലെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും അതുപോലെയുള്ള മറ്റ് സ്ഥലങ്ങൾ. അപ്പോൾ ഈ രണ്ട് സ്ഥലമൊന്ന് നമ്മൾ കമ്പയർ ചെയ്യാം. ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുന്ന ചില സർവേ റിപ്പോർട്ടുകൾ പ്രകാരം ഇവിടെ രണ്ടിടത്തും ചില ട്രെൻഡുകൾ നമുക്ക് കാണാൻ കഴിയും. ഇതിൽ ആദ്യത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് ഈ മീന റീജിയണിൽ ഇസ്ലാമിന് സംഭവിക്കുന്നത് എന്ത് എന്നുള്ളതാണ്. മീന റീജിയണിൽ ഇസ്ലാമിൻ്റെ വളർച്ച താഴോട്ടാണ്. അവിടെ വിശ്വാസികളായിട്ടിരിക്കുന്ന ആളുകൾ, കൂടുതൽ ആളുകളും, അതായത് 10% ഉണ്ടായിരുന്ന എത്തിസ്റ്റുകൾ അല്ലെങ്കിൽ ഇർറിലീജിയസ് ആയിട്ടുള്ള ആളുകൾ 30% അടുത്തേക്കും അതിന് മുകളിലേക്കൊക്കെ പോകുന്നതാണ് ഏറ്റവും ഒടുവിൽ. അത് 2019 തോന്നുന്നു ആ റിപ്പോർട്ട്. അത് ഗാമാൻ ഫൗണ്ടേഷൻ ചെയ്ത ഒരു സർവേ ആണ്. അത് ഇറാനിലാണ് ആ പഠനം നടത്തിയിരിക്കുന്നത്. അവർ മീന റീജിയനിലുള്ള ആളുകളെയാണ് കൂടുതൽ അതിനായിട്ട് സമീപിച്ചത്. അപ്പോൾ ഈ ഇസ്ലാമിൻ്റെ തട്ടകം എന്ന് പറയുന്ന മീന റീജിയനിൽ ഇസ്ലാമിൻ്റെ വളർച്ച താഴോട്ടാണ്. അത് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അതിനുള്ള പേപ്പേഴ്സ് ഓൾറെഡി അവൈലബിൾ. പിന്നെ ഉള്ളത് ഈ ഇസ്ലാമിക ലോകത്തിന് പുറത്തുള്ള രാജ്യങ്ങൾ. അവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫെർട്ടിലിറ്റി റേറ്റ് അത്തരം രാജ്യങ്ങളിൽ നിലനിൽക്കുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ആ ഇസ്ലാമിക് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ആളുകളുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഒരു കാര്യം പറഞ്ഞു വെക്കുന്നത്. അവിടെ ഇസ്ലാം പെരുകുകയാണ് ചെയ്യുന്നത്, പെറ്റ് പെരുകുകയാണ് എന്ന് വേണം നമ്മളവിടെ പറയാൻ.